60 വർഷം തമ്പിലും പുറത്തുമായി സർക്കസിലായിരുന്നു ആന്റണി രാജുവിൻ്റെ ജീവിതം. കൗമാരത്തിൽ തുടങ്ങിയതാണ് ജീവിതത്തോടുള്ള പോരാട്ടം. 15-ാം വയസ്സിൽ സ്വദേശമായ ചിറയിൻ കീഴ്വിട്ടു. 17-ാം വയസ്സിൽ സർക്കസിൽ ചേർന്നു. രാജ്കമൽ സർക്കസിലായിരുന്നു തുടക്കം. പിന്നീട് ന്യൂ ഗ്രാൻഡ്, ജംബോ, ജെമിനി, നാഷണൽ സർക്കസുകളുടെ ഭാഗമായി. ശരീരം സർക്കസിന് വഴങ്ങുന്ന കാലം കഴിഞ്ഞപ്പോൾ പരിശീലകനും പിന്നെ മാനേജറുമായി. രാജ്കമൽ സർക്കസിൽ തുടങ്ങിയ ആന്റണി രാജു മറ്റു പല ഇടത്താവളങ്ങൾ കടന്ന് രാജ്കമലിൽ തന്നെ തിരിച്ചെത്തി. ഇപ്പോൾ 75 വയസ്സ്. ഇനി സർക്കസില്ല, ജീവിതത്തോടുള്ള പോരാട്ടം മാത്രം. പക്ഷേ സർക്കസ് വിട്ടാൽ പോകാൻ വേറെ ഇടവുമില്ല. വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വാർദ്ധക്യത്തിൽ സംരക്ഷിക്കാനും ആരുമില്ല. ഒടുവിൽ രാജ്കമൽ സർക്കസിന്റെ മാനേജർ പത്തനാപുരം ഗാന്ധിഭവനെ സമീപിച്ചു. ആന്റണി രാജുവിന്റെ ഇനിയുള്ള ജീവിതം ഗാന്ധിഭവനിലാണ്. എൻ്റെ പേര് ആന്റണി രാജൻ. ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സ് മുതൽ സർക്കസിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചതാണ്. ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ സർക്കസുകളും പണിയെടുത്തു. പക്ഷേ ഈ രാജ്കമൽ മാതിരി എനിക്കൊരു സർക്കസ് കമ്പനിയും ഇത്രയും കാലം സ്നേഹവും സന്തോഷവും അതിനുള്ള പണമും തന്ന് സഹകരിച്ചിട്ടില്ല. പക്ഷേ ഈ കടപ്പാട് എൻ്റെ ഏത് ജന്മത്തിലും എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റാത്തതാണ്. അത് മാത്രമല്ല, ഇവിടെ പണിയെടുക്കുന്ന എല്ലാ സ്റ്റാഫുകളും എന്നെ ഒരു അച്ചായനെ പോലെ നിന്ന് സ്നേഹിച്ചു. ഇത്രയും സ്നേഹമുള്ളവരെ ഈ സന്ദർഭത്തിൽ ഞാൻ വിട്ടു പിരിഞ്ഞു പോകുന്നു. എൻ്റെ മനസ്സിൽ അതിയായ ദുഃഖമുണ്ട്. ഞായറാഴ്ചയായിരുന്നു രാജ്കമൽ സർക്കസിന്റെ പുനലൂരിലെ അവസാന ഷോ. അവിടെ നൂറുകണക്കിന് കാണികളുടെ സാന്നിധ്യത്തിൽ പുനലൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ എം.എ. രാജഗോപാൽ ആന്റണി രാജുവിനെ ഗാന്ധിഭവന് കൈമാറി. രാജ്കമലിന്റെ തന്നെ ആളുകൾ അദ്ദേഹത്തെ സംരക്ഷിച്ചു വരികയായിരുന്നു. അവസരത്തിലാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ സർക്കസ് കടന്നു വരുന്നതും ഇവർ ആകസ്മികമായി ഗാന്ധിഭവൻ എത്തിച്ചേരുന്നതും. അപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ ഗാന്ധിഭവൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ സഹായഹസ്തവുമായി എത്തുന്ന ഗാന്ധിഭവന് എല്ലാ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാനവരെ അഭിനന്ദിക്കുകയാണ്. രാജ്കമൽ സർക്കസ് ഇനി മറ്റൊരിടത്ത് കൂടാരമിടും. താരങ്ങളും മൃഗങ്ങളും പരിശീലകരുമെല്ലാം ഇനി അങ്ങോട്ടാണ്. പക്ഷേ ഇത്തവണ അവർക്കൊപ്പം ആന്റണി രാജുവില്ല. 60 വർഷത്തെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി അദ്ദേഹം അഗതികളുടെ ആശ്രയ കേന്ദ്രമായ ഗാന്ധിഭവനിലുണ്ടാവും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.